ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ 2026 ഓഗസ്റ്റ് മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് എങ്ങനെയുണ്ട്, അനുകൂലമാണോ പ്രതികൂലമായ സാഹചര്യമാണോ എന്നുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. മിഥുന രാശിക്കാർക്ക് മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ച് നോക്കാം. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണാവസ്ഥ തന്നെ നമ്മൾ മുൻകൂട്ടി നമുക്ക് പറയാൻ സാധിക്കുന്ന ടൈം പീരീഡ് തന്നെയാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. നിങ്ങളിതിനു മുമ്പ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനു മുമ്പ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങൾ, ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ, ചില സമയത്ത് നിങ്ങൾ ഒറ്റപ്പെടലായിട്ട് തോന്നുന്നില്ല, ഇതിൽ കൂടെ ഒക്കെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. നമ്മൾ ഫാസ്റ്റ് വിട്ടേക്കാം. നമുക്കിനി നമ്മുടെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നോക്കാം. ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ്, നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളായാലും ഗ്രഹങ്ങളുടെ സിറ്റുവേഷൻസ് ആയാലും അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ആസ്പെക്ട്സുകളൊക്കെ ആയാലും നമുക്കൊരു അനുകൂലമായ അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന ടൈം പീരീഡായിട്ട് പറയാൻ പറ്റും. നമുക്ക് നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക, നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുമ്പോട്ട് കാണുക, അല്ലെങ്കിൽ നമ്മുടെ വരുമാന കാര്യങ്ങളിലായാലും നമുക്ക് നല്ലൊരു ഗുഡ് അല്ലെങ്കിൽ നോട്ട് ബാഡ് എന്ന രീതിയിലൊരു വരുമാന സ്രോതസ് ഉണ്ടാവുക. നമ്മുടെ പ്രൊഫഷണലായാലും നമുക്കൊരു നല്ലൊരു അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, ജോലിയിൽ നല്ലൊരു അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് നമ്മളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുക, അല്ലേ? അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അല്ലേ? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് നമ്മളെക്കുറിച്ച് കുറച്ച് നല്ലത് പറയുന്നത് ബെറ്ററാണ്. നമ്മുടെ കരിയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അവരുടെ സംസാരങ്ങളും നമ്മുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ സംസാരങ്ങളും മൂലം നമുക്ക് പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് നേട്ടം, ബോണസ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെയുള്ള ടൈം പീരീഡായിട്ട് നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ കാണാൻ സാധിക്കും. ഫിനാൻസ് സംബന്ധമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ അന്നേരം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ബട്ട് കറണ്ടിൽ ഇത് ഓഗസ്റ്റ് മാസം മുതൽ നമുക്ക് എന്താണ് അതിനുള്ള റിസൾട്ടുകൾ കിട്ടിത്തുടങ്ങുക. നമ്മൾ നേരത്തെ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലെ റിട്ടേൺസ് നമുക്ക് കിട്ടുക, നല്ല മറ്റുള്ളത് നമ്മൾ നാലാൾ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരിക. എന്നുവെച്ചാൽ നമുക്കും നോക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് നമുക്ക് തന്നെ കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു വരുമാനം, അതായത് നമുക്ക് ഇതിന് മുമ്പ് വരുമാനം വരുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അത്ര നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇത്ര ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഇപ്പം നമ്മൾ ചിന്തിക്കുക ഇത്രയൊക്കെ വരുന്നുണ്ടായിരുന്നല്ലേ, ഇത്രയൊക്കെ വരുന്നുണ്ടല്ലേ എന്നൊരു ചിന്തയിലോട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് പോവുക. അതായത് നിങ്ങളുടെ തോട്ടിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരുന്ന ടൈം പീരീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഫാമിലി ലൈഫ്, കുടുംബജീവിതം, കല്യാണം തുടങ്ങിയ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം പീരീഡ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ടൈം പീരീഡായിട്ട് പറയാം. വിവാഹം ഉറപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പെണ്ണ് കാണൽ, ചെറുക്കൻ കാണൽ, ഇതൊക്കെ കാണാൻ പറ്റുന്ന ടൈം പീരീഡായിട്ട് വേണമെങ്കിൽ പറയാം. നല്ല പ്രണയിക്കുന്നവരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മാരേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം പീരീഡാണ്. മോസ്റ്റ്ലി നിങ്ങളുടെ മാരേജൊക്കെ നിങ്ങളുടെ ഒരു ഫങ്ഷൻസ് പോയി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഈ ടൈം പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ നമുക്കുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളൂ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയൊരു മന്താണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇനി എക്സാം ഉണ്ട്, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ എക്സാം ഉണ്ട്, അങ്ങനെ നിയർ ബൈ എങ്ങനെ എക്സാംസ് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഇത് ഇപ്പോൾ ഈ കറണ്ട് ഓഗസ്റ്റ് മാസം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ആയിരിക്കും, നല്ലൊരു പില്ലറായിരിക്കും, സ്ട്രോങ് പില്ലറായിരിക്കും അത്. സോ അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം ഈ ടൈം മന്തിനെ മാക്സിമം യൂസ്ഫുൾ ആകാൻ നോക്കുക. ഓക്കെ, കാരണം നല്ല ടൈം കിട്ടുമ്പോൾ നമ്മൾ അതുപോലെ യൂസ് ചെയ്താലാണ് നമ്മുടെ ഒരു വീക്ക് ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂലമല്ലാത്ത മാസത്തിൽ നമുക്ക് അത്ര ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഓക്കെ, ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ മാസത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പറയാനില്ല. ചെറിയ വന്നാൽ നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻസിലൂടെ അത് മാറുന്നേ ഉള്ളൂ. സോ അവിടെ ഞാൻ ഹെൽത്തിൻ്റെ കാര്യം വലിയ കാര്യത്തിൽ കോട്ട് ചെയ്യുന്നില്ല കേട്ടോ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ മാസഫലം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പേര്, നക്ഷത്രം, താര കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊരു പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു വ്യക്തി അനുസൃതമായിട്ടുള്ള ഫലമല്ല. നമ്മൾ എന്താണ് ജനറൽ പ്രഡിക്ഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രഡിക്ഷൻസ് കാണുമ്പം നിങ്ങളുടെ ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെയും കൂടി ആസ്പദമാക്കി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് ജനിച്ച ഇടവൽ രാശിയിലാണ്
നിങ്ങളുടെ ലഗ്നം വന്നിരിക്കുന്നത് ധനുരാശിയാണെങ്കിൽ ഇടവരാശിയുടെയും ധനുരാശിയുടെയും കൂടി പ്രഡിക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ മാസം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും. ഒരു ജന്മരാശി മാത്രം കാണാതെ ലഗ്നത്തിനും കൂടി കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ബിൽഡ് ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വ്യക്തിഗതമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദശാകാലം ഏതാണ്, ദശാധിപൻ ആരാണ്, ദശാധിപൻ നമുക്ക് എത്രമാത്രം അനുകൂലത്തിലാണ് പ്രതികൂലത്തിലാണ് എന്നുള്ള സാഹചര്യമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തി അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മന്ത്ലി പ്രഡിക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ജനറൽ പ്രഡിക്ഷൻ ഞാൻ തുറക്കം തൊട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതേപോലെ പലരും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ജ്യോതിഷം പഠിക്കുന്ന വളരെ നാളത്തെ ആഗ്രഹമാണ്, എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചത്. നമ്മൾ ജ്യോതിഷ പഠനത്തിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ബാച്ചുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയൊരു ബാച്ചിലേക്ക് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. അത് തന്നെ ചിലർ ചോദിക്കുന്ന ഡൗട്ടാണ്, എനിക്ക് ഇനി പഠിച്ചു തുടങ്ങാൻ പറ്റുമോ, നിങ്ങളിപ്പോൾ ഏജ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജാസ്തി ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ് വരിക ഇതേപോലെ ഇതൊരു ഫോർമാറ്റ് തന്നെയായിരിക്കും വരിക എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് ക്ലാസ്സസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് സ്ക്രീനോട് ഷെയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ നോട്ടുകളൊക്കെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയും നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടുകയും നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി ഒരു വ്യക്തതയിലോട്ട് നിങ്ങളെ നയിക്കുന്ന രീതിയിലാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തത്. കാരണം നമ്മൾ CA CMA ക്ലാസ്സസ് എടുക്കുന്നതുകൊണ്ട് അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്, അതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ ജ്യോതിഷത്തിൻ്റെയും കൂടി കൊണ്ടുവന്നത്. കാരണം CA CMA എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സാണ്, നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയല്ലേ ജ്യോതിഷം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ ആവണമെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ പഠിക്കണം അല്ലേ. അപ്പം ആ രീതിയിലാണ് നമ്മളെ ക്ലാസ്സസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നതും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്ന നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ച് കൃത്യമായിട്ട് ഡൗട്ടുകൾ തീർത്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഡൗട്ട് ചോദിക്കുമ്പോൾ അന്നേരം തന്നെ സ്പോട്ട് റിപ്ലൈ കിട്ടുമെന്ന് വരില്ല, ഒരു 24 മണിക്കൂറിനുള്ളിലായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ജ്യോതിഷ പഠനം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്ന് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യുക കേട്ടോ. ഇനി നല്ല പെൻഡുലം പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പെൻഡുലം ഹൗസിങ്ങിൻ്റെ ക്ലാസ്സസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസാണ് അറിയേണ്ടത് അത് ജസ്റ്റ് അവരെ ഒന്ന് ഇൻഫോം ചെയ്താൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്താണ്. ഫേസ്ബുക്കിലൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക്സിനുള്ളിൽ നമ്മുടെ പവേഴ്സ് ക്ലബിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ഇനി അതില്ലെങ്കിൽ ജസ്റ്റ് അതില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ബയോയ്ക്കകത്ത് നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ്. ഞാൻ അതല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പവേഴ്സ് ക്ലബിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.